ഈ വീഡിയോയിൽ ഇസ്രായേൽ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതേപോലെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങൾ, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ വെസ്റ്റ് ബാങ്ക് അനക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട ബില്ല് ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടുണ്ട്. JD വാൻസ് ഇസ്രായേലിലുള്ള സമയത്ത് തന്നെയാണ് ഈ ഒരു ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്. ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അത് പൊതുവിലെ ആഗോളതലത്തിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. JD വാൻസ്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ്, ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിൽ വന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, അതായത് ഇസ്രായേൽ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു രാജ്യമല്ല, അവർ സ്വന്തം സോവറിനിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. അതിലുപരിയായിട്ട് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ളത് സ്ട്രോങ് പാർട്ട്ണർഷിപ്പാണ് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചത്. അതുപോലെ നെതന്യാഹു ശക്തമായിട്ട് തന്നെ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, തുർക്കിയുടെയും ഖത്തറിൻ്റെയും ട്രൂപ്പ് ഒരു കാരണവശാലും ഗാസയ്ക്കുള്ളിൽ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. JD വാൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത് ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇസ്രായേൽ ഈ സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട് ഒപ്പുവെച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കും, പക്ഷേ ഹമാസ് ഡിസാം ചെയ്യണം, ഹമാസ് ആയുധം താഴെ ഇടണം, ഹമാസ് ന്യൂട്രലൈസ്ഡ് ചെയ്യപ്പെടണം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആവർത്തിച്ച് പറയുകയാണ് JD വാൻസ് ചെയ്തിട്ടുള്ളത്. അതിലുപരിയായിട്ട് അറബ് രാജ്യങ്ങൾക്ക് ഒരു പ്രഷർ കൊടുത്തിട്ടുണ്ട്. ഗാസയ്ക്കുള്ളിൽ ഹമാസിന്റെ മേളിൽ നല്ല പ്രഷർ ഇടുകയാണ്. അറബ് രാജ്യങ്ങളുടെ സൈഡിൽ നിന്നുള്ള എല്ലാ സഹായങ്ങളും നിർത്താൻ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ഈ ആയുധം താഴെ വെച്ച് ഗാസയിൽ നിന്ന് നിർവീര്യമാകുന്നില്ല, അവരിപ്പോഴും നിർബന്ധമായിട്ട് ഇനി ഞങ്ങളുടെ ആയുധ ശേഖരങ്ങൾ വർദ്ധിപ്പിച്ച് ഞങ്ങൾ ഗാസയിൽ തന്നെ തുടരും എന്നുള്ള നിലപാടാണെന്നുണ്ടെങ്കിൽ 5 പൈസയുടെ സഹായം തരില്ല എന്നാണ് ഇപ്പം അറബ് രാജ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും തരത്തിൽ സഹായങ്ങൾ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. കാരണം ഖത്തർ, തുർക്കി പോലത്തെ രാജ്യങ്ങളൊക്കെ പണ്ട് മുതലേ ഇൻഡയറക്റ്റ് ആയിട്ടും ഈ പൈസ കൊണ്ടുള്ള സഹായങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്. കാരണം ഈ രാജ്യങ്ങളിലൊക്കെ തന്നെയാണ് ഈ ഹമാസിന്റെ സുപ്രീം ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്നത്. അവരുടെ സേഫ് ഹെവൻ ഷെൽട്ടേഴ്സ് ആണ് ഇതെല്ലാം. തുർക്കി ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, ഇറാൻ ആയിക്കോട്ടെ, ഇത് ഹമാസിനെ വളരെ സേഫ് ആയിട്ട് സംരക്ഷിക്കുന്നതിൽ ഇവർ നമ്പർ 1 ആണ്. ഇവരെ ഈ അറബ് രാജ്യങ്ങളെ ഇങ്ങനെ പുറത്ത് ഹമാസിനെ ഇങ്ങനെ കണ്ടംപ്റ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നെങ്കിലും ഇവർ തമ്മിലുള്ള അന്തർധാര എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്തായാലും ആ രീതിയിലുള്ള ഫണ്ടിങ് നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇല്ലീഗലായിട്ടുള്ള ഫണ്ടിങ് എന്തായാലും ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ നിലവിൽ അറബ് രാജ്യങ്ങളൊക്കെ ഹമാസിന്റെ മേളിൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നത് പോലെയുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ അത് യാഥാർത്ഥ്യമാണെങ്കിൽ അത്രയ്ക്ക് നല്ലത്. അമേരിക്കയുടെ മിലിറ്ററിയുടെ സൈഡിൽ നിന്നും ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഗാസയിൽ നടക്കുന്ന റിയൽ ടൈം ഡെവലപ്മെന്റ് ഞങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ US മിലിറ്ററിയുടെ സൈഡിൽ നിന്നും ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട്. കാരണം US മിലിറ്ററി അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ഗാസയ്ക്കുള്ളിൽ. അപ്പോൾ അവിടുത്തെ ഡെവലപ്മെന്റ് എല്ലാം തന്നെ ഇവർ റിയൽ ടൈമായിട്ട് വിലയിരുത്തി അമേരിക്കയെ അറിയിക്കും, ഇസ്രായേലിനെ അറിയിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അകത്ത് നടക്കുന്ന കൊലപാതകങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറൊരു സൈഡിൽ. UK അവരുടെ സൈഡിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എന്നുള്ള നിലയിൽ കുറച്ച് മിലിറ്ററി ഉദ്യോഗസ്ഥരെ, കുറച്ച് ട്രൂപ്സിനെ അവിടെ ഇസ്രായേലിൽ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ട്. ഏത് നേരത്തും അവർക്ക് ഗാസയ്ക്കുള്ളിൽ പോകാനുള്ള സാഹചര്യം ഒരുങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇതൊരു ജോയിന്റ് ഫോഴ്സ് ആയിട്ടാണ് അവിടെ ഇനിയിപ്പോൾ പ്രവർത്തിക്കാൻ പോകുന്നത്. UKയുടെ പാർട്ടിസിപ്പേഷൻ എന്താണ്, UK സോൾജേഴ്സ് ഏത് ഡിപ്പാർട്ട്മെന്റാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വരുന്നില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ ഉള്ളിൽ UK ട്രൂപ്സ് എത്തിയിട്ടുണ്ടെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. JD വാൻസ് ഇസ്രായേലിൽ വന്നിട്ട് ഗാസയിലെ സെക്കൻഡ് ഫേസ് ആ ഒരു സീസ് ഫയർ ഡീലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ പോയിന്റുകൾ, അപ്പോൾ ആ പോയിന്റിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് JD വാൻസ് തുർക്കിയുടെയും പാലസ്തീനിയൻ അതോറിറ്റിയുടെയും ആ ഒരു പ്ലാനിൽ നിന്നും ചെറുതായിട്ട് ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒന്നുകൂടെ റീഡ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഡ്രാഫ്റ്റ് ചെയ്തതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് സെക്കൻഡ് ഫേസ് ഡിസ്കഷനിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. അമേരിക്കയിൽ 650 റബായ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ, അതായത് ജൂവിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഈ പുരോഹിതർ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ് ഈ റബായ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവർ എല്ലാവരും കൂടി ചേർന്നിട്ട് ട്രംപിന് ഒരു പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. അതായത് ഈ അടുത്ത മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടേക്കാം എന്നുള്ള ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സോറാൻ മംദാനി. ഈ സോറാൻ മംദാനി തുടർച്ചയായിട്ട് ആൻറ്റി സെമറ്റിക് ആയിട്ടുള്ള വേർഡിങ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ തുടരെ പുറപ്പെടുവിക്കുകയാണ്. അതിനെതിരെയാണ് 650 റബായ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഈ ജൂവ്സ് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് ഏത് രീതിയിൽ ആക്ഷൻ എടുക്കപ്പെടും എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ട്രംപിന് പരാതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേപ്പാളി സ്വദേശിയായിട്ടുള്ള ബിപിൻ ജോഷി, ഈ ബിപിൻ ജോഷിയുടെ ബോഡി ഹമാസ് റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് DNA പരിശോധനയൊക്കെ കഴിഞ്ഞ് ഈ ബിപിൻ ജോഷിയുടെ ബോഡി ഇസ്രായേൽ നേപ്പാളിലേക്ക് അയച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ബോഡി എത്തിയ സമയത്ത് അവരുടെ ആ ഒരു കുടുംബക്കാരുടെ ആ ഒരു വിലാപം, ആ ദുഃഖം, ഇതെല്ലാം തന്നെ മീഡിയയിൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. കാരണം ആ രീതിയിലൊരു വിഷമം അവർ പങ്കുവയ്ക്കുകയാണ് ചെയ്തത്. ആ കുടുംബക്കാർക്ക് എന്തായാലും ബോഡി കിട്ടി. അപ്പോൾ എന്തായാലും ബറിയൽ സെറമണിയുമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്.
ഇതുപോലെ തന്നെ തായ്ലാൻഡിലേക്കും 2 ബോഡി അയച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഒക്ടോബർ 7 ആക്രമണത്തിൽ സെക്യൂരിറ്റി വീഴ്ച, സുരക്ഷാ വീഴ്ച ഉണ്ടായതിനെ ചൊല്ലി ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഓൾറെഡി തന്നെ ഇതിൻ്റെ എൻക്വയറിയും കാര്യങ്ങളൊക്കെ നടന്നതാണ്. അത് വീണ്ടും ഒന്നുകൂടെ എൻക്വയറി നടത്തണം എന്നുള്ള രീതിയിൽ പെറ്റീഷൻ വന്നിട്ടുണ്ട്. ആ പെറ്റീഷനെ ഇസ്രായേലിൻ്റെ പാർലമെൻറ്റ് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അതിലൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ ആവശ്യമില്ല എന്നാണ് ഇസ്രായേൽ പാർലമെൻറ്റിൻ്റെ തീരുമാനം. അത് ഇതൊരു പൊളിറ്റിക്കൽ കാർഡാണ്. ഓപ്പോസിറ്റ് പാർട്ടികളൊക്കെ കൂടി ചേർന്നിട്ട് നിലവിലെ ലിക്വിഡ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവാണല്ലോ പ്രൈം മിനിസ്റ്റർ. അപ്പം അടുത്ത ഇലക്ഷനിലേക്ക് ഒരു ലീഡ് കിട്ടാതിരിക്കാൻ, എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റ് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് പാർട്ടികൾ വീണ്ടും വീണ്ടും ഈ ഒരു കേസ് എടുത്തിടുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ സാഹചര്യത്തിലാണ് ഇതിനെ നെസറ്റ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ICJ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അവർ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഗാസയിൽ UNRWAയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കണം എന്നൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ ഇപ്പോഴതിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതായത് UNRWAയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പരിപാടിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ എന്ന് പറഞ്ഞ കമ്പനി, ഇതൊരു ഫ്രഞ്ച് ബേസ്ഡ് കമ്പനിയാണ്. അവർ ഇന്ത്യയുമായിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് സബ്മറൈൻ ബിൽഡിംഗ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോപ്പറേഷൻ, അതിലേക്കാണ് ഈ ഒരു എഗ്രിമെൻ്റ് വിരൽ ചൂണ്ടുന്നത്. ശരിക്കും കുറേ നാളുകൊണ്ട് ഇതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെൻ്റ് സൈൻ ചെയ്തത്. ഈ മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കും. ഇന്ത്യക്കുള്ളിൽ നമ്മൾ 250 to 300 ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് നമ്മൾക്ക് ഷിപ്പ് വേണ്ടത്. പല തരത്തിലുള്ള ഷിപ്പുകൾ, സബ്മറൈൻ ആയിക്കോട്ടെ, അതേപോലെ തന്നെ വാർഷിപ്പുകൾ, ഡിസ്ട്രോയേഴ്സ്, ഇങ്ങനെ പല രീതിയിലും, എയർക്രാഫ്റ്റ് കാരിയർ, ഇതിനെല്ലാം നമുക്ക് വളരെ വിപുലമായ രീതിയിലാണ് ഈ ഒരു മാരിടൈം സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇന്ത്യ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല കമ്പനികളുമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ടൈസൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ജർമ്മൻ കമ്പനിയുമായിട്ട് നമ്മൾ കോൺട്രാക്ട് വെച്ചിട്ടുണ്ട്. ഈ ഫ്രാൻസ് കമ്പനിയും കൂടി ഇന്ത്യയിലേക്ക് വരുന്നത്. അതുപോലെ സിനട്ര ഡിഫൻസ് എന്ന് പറഞ്ഞ കമ്പനി ഇൻഡിജീനിയസ് ആയിട്ട് ഒരു മൾട്ടിപർപ്പസ് ഗണ്ണ് നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ ട്രയൽ റൺ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആർമിയുടെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ ട്രയൽ റൺ പൂർത്തിയാക്കിയിരിക്കുന്നത്. അത് സക്സസ്ഫുള്ളി, വിജയകരമായിട്ട് നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മാസ് പ്രൊഡക്ഷനിലേക്ക് പോകുന്നതായിരിക്കും. ഈ വെപ്പണിൻ്റെ കാലിബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.62 mm തൊട്ട് 14.5 mm വരെയാണ് ഇതിൻ്റെ ഒരു കാലിബർ, ഒരു ഫയർ പവർ കാലിബർ. ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്ട്രി 10,000 കോടി ബഡ്ജറ്റ് ഇട്ടിരിക്കുകയാണ് വീണ്ടും S-400 വാങ്ങിക്കൂട്ടാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും പാകിസ്ഥാൻ ഒരു നൈറ്റ്മെയർ ആവുകയാണ്. മേഖല ഇന്ത്യയുടെ ആ ഒരു എയർ ഡിഫൻസ് വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവാണ്. സുദർശൻ ചക്ര എന്നുള്ള ആ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും S-400ലേക്ക് തന്നെ ഇന്ത്യ നോട്ടമിട്ടിരിക്കുന്നത്. കാരണം അത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്ത് ഇന്ത്യക്കുള്ളിൽ തദ്ദേശീയമായിട്ട് ചില മാറ്റങ്ങൾ അതിനകത്ത് വരുത്തിക്കൊണ്ട് ഈ പ്രോജക്റ്റ്, അതായത് സുദർശൻ ചക്ര എന്ന് പറഞ്ഞ ആ പ്രോജക്റ്റിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ S-400ൻ്റെ പുതിയ ഓർഡർ കൊടുക്കുന്നത്. ചാഗോസ് ഐലൻഡിൽ ഇന്ത്യ നമ്മൾക്ക് ഒരു സാറ്റലൈറ്റ് സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുകയാണ്. ചാഗോസ് ഐലൻഡിൻ്റെ ഭാഗത്ത് ഇന്ത്യക്ക് വേണ്ടി ഡെഡിക്കേറ്റീവായിട്ട് ഇന്ത്യയുടെ നാഷണൽ ടെക്നോളജിക്കൽ റിസർച്ച് ഓർഗനൈസേഷനാണ് ഈ ഒരു സാറ്റലൈറ്റ് ആൻറ്റന അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഷോർട്ട് ഫോമായിട്ട് NTRO എന്ന് വിളിക്കും. ഹൈലി ക്ലാസിഫൈഡ് സിഗ്നൽസ് റിസീവ് ചെയ്യാൻ പാകത്തിനുള്ള ആ ഒരു കപ്പാസിറ്റിയാണ് ഇതിനുള്ളത്. ഇന്ത്യൻ ഓഷനെ ഫുള്ളി കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഐലൻഡിൽ, ഈ സ്ട്രാറ്റജിക്കൽ ലൊക്കേഷനിൽ കൊണ്ട് ഈ ഒരു ആൻറ്റന സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ത്യ. അതുപോലെ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ASEAN സബ്മിറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. കോലാലംപൂരിലാണ് പങ്കെടുത്തത്. അപ്പോൾ ASEAN സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡിഫൻസ് മിനിസ്റ്ററുകളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ റെപ്രസെൻറ്റേറ്റീവുമായിട്ടും ചൈനയുടെ റെപ്രസെൻറ്റേറ്റീവുമായിട്ടും ചർച്ച നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്നലെ വരെ US-ൻ്റെയും ചൈനയുടെയും ആ ഒരു സൈഡിലേക്ക് ചർച്ച പോയിട്ടില്ല. പക്ഷേ ഇന്ന് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. INS സഹ്യാദ്രി ജപ്പാനിലെത്തിയിട്ടുണ്ട്. ഇന്ത്യയും ജപ്പാനും ചേർന്നുള്ള ജോയിൻറ്റ് നേവൽ എക്സസൈസിൻ്റെ ഭാഗമായിട്ടാണ് INS സഹ്യാദ്രി ജപ്പാനിലെത്തിയിരിക്കുന്നത്. ജപ്പാൻ ഇന്ത്യ മാരിടൈം എക്സസൈസ് 2025, ജൈമാക്സ് 2025 എന്നാണ് ഇതിനെ ഷോർട്ട് ഫോമായിട്ട് വിളിക്കുന്നത്, ജൈമാക്സ്. ജപ്പാൻ്റെ വെസ്റ്റേൺ കോസ്റ്റ് ആയിട്ടുള്ള ക്വൈഷു എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഡോക്ക് ചെയ്തിരിക്കുന്നത്. ക്വൈഷു. പ്രൈം മിനിസ്റ്റർ മോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദിവാലി ഗ്രീറ്റിംഗ്സ് അയച്ചതായിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇന്തോനേഷ്യയ്ക്ക് ഒരു കൺഫ്യൂഷൻ. ഇന്തോനേഷ്യ ബ്രഹ്മോസ് വാങ്ങണോ അല്ലെങ്കിൽ ചൈനയുടെ CM-302 മിസൈൽ വാങ്ങണോ എന്നുള്ള രീതിയിൽ ഒരു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇന്തോനേഷ്യ തീരുമാനിച്ചിട്ട് വരട്ടെ എന്നാണ് ഇന്ത്യ വിചാരിച്ചിട്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഫോഴ്സ് ചെയ്യുന്നില്ല. ഇന്തോനേഷ്യയ്ക്ക് ഫിലിപ്പൈൻസിനെ എങ്ങനെയാണോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ആ രീതിയിൽ, ആ മാതൃകയിൽ ഒരു സപ്പോർട്ട് വേണമെന്നാണ് ഇന്തോനേഷ്യ ആവശ്യപ്പെടുന്നത്. പക്ഷെ എന്നാൽ ചൈനയുടെ സൈഡിലേക്ക് ഒരു ഫോക്കസ് ഉണ്ട്. ശരിക്കും ഇന്തോനേഷ്യ ഒരു പരിധിവരെ ചൈനയുടെ ത്രെട്ട്, ഭീഷണിയും കൂടെ നേരിടുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അവർ ചൈനയുടെയും ഇന്ത്യയുടെയും രണ്ടുപേരുടെയും കൂടി മിസൈല് കമ്പൈൻഡ് ആയിട്ട് വാങ്ങി ഒരു അംബർലയായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല. ചൈനയുടെ മിസൈൽ അവിടെ പോകുന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്തായാലും ബ്രഹ്മോസ് കൊടുക്കില്ല. ക്രൂഷ്യലായിട്ടുള്ള ഒരു തീരുമാനമെടുക്കേണ്ട
ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് ഇന്തോനേഷ്യ. ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു 2025 തന്നെ ഇന്ത്യ വിസിറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. വളരെ ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ 2025 തീരാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് 2 പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്ത്യ സന്ദർശിക്കും. അതിലൊന്ന് ബെഞ്ചമിൻ നെതന്യാഹു, മറ്റൊന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഏകദേശം ഡിസംബറാണ്. അപ്പോൾ നവംബറിൽ തന്നെ നെതന്യാഹു വിസിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ വിസിറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ മാസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇസ്രായേലിൻ്റെ ഫൈനാൻസ് മിനിസ്റ്റർ ബിസായൽ സ്മോട്രിച്ച് ഇന്ത്യ വിസിറ്റ് ചെയ്ത് മടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം 2035 വരെയുള്ള ഒരു നെക്സ്റ്റ് 10 ഇയർ ഇസ്രായേൽ ഇന്ത്യ ആക്ഷൻ പ്ലാൻ, അതായത് മെഡിറ്ററേനിയൻ ഏരിയയിലും മിഡിൽ ഈസ്റ്റിലും ഏത് തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ആണ് ഇന്ത്യയും ഇസ്രായേലും കൂടി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ അവർ ഉദ്ദേശിക്കുന്ന ആ റോഡ് മാപ്പിനെ കുറിച്ച് വിശദമായ ചർച്ച നടക്കും. അതിന് മുന്നോടിയായിട്ടാണ് ഈ ഫൈനാൻസ് മിനിസ്റ്റർ ബിസായൽ സ്മോട്രിച്ച് ഇന്ത്യ വിസിറ്റ് ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു നെക്സ്റ്റ് 10 ഇയർ പ്ലാൻ, ആ ഒരു 10 ഇയർ പ്ലാൻ ഡിസ്കസ് ചെയ്യാനാണ് നെതന്യാഹു ഇന്ത്യയിലേക്ക് വരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ അതിലുപരിയായിട്ട് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് UAV, അതായത് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ, റഡാർ, അതേപോലത്തെ സാധനം, ആയുധ ഉൽപ്പാദനം, ഈ മേഖലകളിലൊക്കെ വളരെ വിശദമായിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ബ്രഹ്മോസിൻ്റെ സൂപ്പർസോണിക് വേർഷൻ 4300 km/h വേഗത, 800 കിലോമീറ്റർ റേഞ്ച്, ഈ റേഞ്ചിൽ നമ്മൾ ബ്രഹ്മോസ് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ഫൈറ്റർ ജെറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സൂപ്പർസോണിക് ബ്രഹ്മോസ് മിസൈലാണ്. ഇതെല്ലാം തന്നെ പാകിസ്ഥാൻ നൈറ്റ്മെയർ ആണ്. അതായത് ഇതൊക്കെ ഉപയോഗിക്കാൻ മാത്രമുള്ള, ഇത്രയും വിലപിടിപ്പുള്ള, ഇത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാനെ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതില്ലാതെ നമ്മളുടെ സാധാരണ കൺവെൻഷണൽ വെപ്പൺസ് വെച്ച് തന്നെ നമുക്ക് അവരെ അടിച്ചൊരു മൂലയ്ക്ക് ഇരുത്താൻ കഴിയും. ഇപ്പം ശരിക്കും പാകിസ്ഥാനെ ഇന്ത്യ എങ്ങനെയാണ് നോക്കിക്കാണെന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം, ഫോർ എക്സാമ്പിൾ DRDOയെ സംബന്ധിച്ചിടത്തോളം, നമ്മളുടെ രാജ്യത്ത് നമ്മൾ ഒരുപാട് ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന SMEs കമ്പനികളുണ്ട്. ഇവരെല്ലാം നമ്മൾ മുൻനിർത്തി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാനെ ഇപ്പം നമ്മൾ ഒരു ആയുധ പരിശീലന ഒരു ലാൻഡ്, ഒരു ഫീൽഡ് എന്ന് വേണം കണക്കാക്കാൻ. കാരണം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ എത്ര സൊഫിസ്റ്റിക്കേറ്റഡ് ആണെന്നുള്ളത് നമ്മൾ തെളിയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അടിച്ച് പരീക്ഷിക്കണം. കാരണം പാകിസ്ഥാൻ അവിടെ ഇരിക്കപ്പുറത്തില്ലല്ലോ. അവരെപ്പോഴും ഇന്ത്യക്കെതിരെ വർഗീയത പടർത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് പാകിസ്ഥാനികൾ, പ്രത്യേകിച്ച് അസീം മുനീർ. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺ അങ്ങോട്ട് പരീക്ഷണം നടത്തി വിജയിപ്പിച്ചെടുക്കും. ഇത് നമ്മളുടെ കയ്യിലുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ള നിലയിൽ അങ്ങോട്ട് 4 അങ്ങ് കൊടുക്കുക, ആ ഒരു വീഡിയോ കൃത്യമായിട്ട് എടുത്ത് ഇസ്രായേലിനെ പോലെ നമ്മൾ അങ്ങ് പബ്ലിഷ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ആഗോളതരത്തിൽ അതിനെ മാർക്കറ്റ് ചെയ്യുക, ഈ ആയുധങ്ങളങ്ങ് വിൽക്കുക. ഈ ഒരു മാതൃകയിലേക്ക് ഇന്ത്യ മുന്നോട്ട് ഇറങ്ങേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ പണ്ടത്തെ പോലെ ഇങ്ങനെ ഇന്ത്യയെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിൽ ഏതെങ്കിലും തരത്തിൽ ചെറിയ ആക്രമണങ്ങൾ നടത്തി കഴിഞ്ഞാലോ നമ്മൾ വെറുതെ ഇരിക്കാത്തത്. കാരണം നമ്മളുടെ കയ്യിൽ ഇപ്പോൾ സാധനമുണ്ട്, നമ്മൾ അടിക്കും, തെളിയിക്കും, വിൽക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു പോളിസി. അപ്പോൾ എന്തായാലും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ രസകരമായ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.